നമ്മുടെ ജീവിതം പലപ്പോഴും ഒരു ദിശാബോധവുമില്ലാതെ ചിതറിപ്പോയതുപോലെ തോന്നാറുണ്ടോ? അതിലൊരു അടുക്കും ചിട്ടയുമൊക്കെ കൊണ്ടുവരാൻ, ഒരു ശക്തി കണ്ടെത്താൻ എന്തു ചെയ്യും? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതിനെക്കുറിച്ചാണ്. 1960-ലെ വളരെ ശക്തമായ ഒരു സന്ദേശത്തെ അടിസ്ഥാനമാക്കി ജീവിതത്തിന് അടിത്തറ പാകുന്ന 3 തൂണുകളെപ്പറ്റി. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ, എന്താ എനിക്കൊരു ശക്തിയില്ലാത്തത് എന്ന്? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു, അല്ലേ? പക്ഷേ നമ്മുടെ ഊർജ്ജമൊക്കെ പല വഴിക്കായി ചിതറിപ്പോകുന്ന പോലെ, അവസാനം ഒന്നും നേടാനായില്ലെന്നൊരു തോന്നല്. ഇത് നിങ്ങൾക്ക് മാത്രം തോന്നുന്ന ഒന്നല്ല, ഒരുപാട് പേർക്കിങ്ങനെ തോന്നാറുണ്ട്. അതിന്റെ യഥാർത്ഥ കാരണം നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ഇതൊരു കിടിലൻ ഉപമയാണല്ലേ? അച്ചടക്കമില്ലാത്തൊരു ജീവിതം ചുക്കാനില്ലാത്തൊരു തോണി പോലെയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു തോണി, അതിന് ലക്ഷ്യമില്ല, നിയന്ത്രിക്കാൻ ആളില്ല. കാറ്റടിക്കുന്ന വഴിക്കും തിരയടിക്കുന്ന വഴിക്കുമൊക്കെ അത് ഒഴുകി നടക്കും. എവിടെ ചെന്ന് നിൽക്കുമെന്ന് ഒരു ഉറപ്പുമില്ല. അതുപോലെയാണ് ചിട്ടയില്ലാത്ത നമ്മുടെ ജീവിതവും. ഇവിടെയാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. നമുക്ക് ശക്തിയില്ലാഞ്ഞിട്ടല്ല പ്രശ്നം. ശരിക്കും നമുക്ക് ആവശ്യത്തിന് ശക്തിയുണ്ട്. പക്ഷേ ആ ശക്തി മുഴുവൻ നമ്മൾ ഒരു കാര്യത്തിൽ കേന്ദ്രീകരിക്കുന്നില്ല. പകരം അത് പല പല കാര്യങ്ങൾക്കായി ചിതറിപ്പോകുന്നു, പാഴായിപ്പോകുന്നു. ഈ ചിതറിപ്പോകൽ തന്നെയാണ് നമ്മളെ ദുർബലരാക്കുന്നതിന്റെ ഏക കാരണം. അപ്പോൾ ഈ ചിതറിപ്പോയ ശക്തിയെ എങ്ങനെ ഒരുമിപ്പിക്കാം? ജീവിതത്തിന് എങ്ങനെ ഒരു ദിശാബോധം നൽകാം? അതിനൊരു പരിഹാരമുണ്ട്. അതാണ് ജീവിതത്തിന്റെ ഈ 3 അടിസ്ഥാന തൂണുകൾ. നമുക്കിനി ആ പരിഹാരത്തിലേക്ക് കടക്കാം. ഇതാണ് ആ 3 തൂണുകൾ: സാധന, സ്വാധ്യായ, പിന്നെ സംയം. ഒരു ഇരുണ്ട വഴിയിൽ നമുക്ക് വെളിച്ചം കാണിച്ചു തരുന്ന ഒരു ടോർച്ച് പോലെയാണ് ഈ 3 തത്വങ്ങളും. ഇവ നമ്മുടെ ജീവിതത്തിന് വ്യക്തതയും ശക്തിയുമൊക്കെ തരും. അപ്പോ ഇവ ഓരോന്നും എന്താണെന്ന് നമുക്ക് വിശദമായി നോക്കാം. അതിൽ ആദ്യത്തേതാണ് സാധന. എന്താണ് സാധന? നമ്മുടെ ഉള്ളിനെ ശുദ്ധീകരിക്കാനുള്ളൊരു പരിശീലനമാണിത്. നമ്മുടെ ദൃഢനിശ്ചയം, നമ്മുടെ വിൽ പവർ, അത് കൂട്ടാനുള്ളൊരു പ്രക്രിയ. മനസ്സിലെ ആവശ്യമല്ലാത്ത ചിന്തകളെയും മാലിന്യങ്ങളെയും ഒക്കെ കഴുകിക്കളഞ്ഞ് മനസ്സിനെ ശാന്തവും ശക്തവുമാക്കാൻ ഈ സാധന നമ്മളെ സഹായിക്കും. ഇനി രണ്ടാമത്തെ തൂൺ, സ്വാധ്യായ. നമ്മുടെ ബുദ്ധിക്ക്, നമ്മുടെ ഇന്റലക്റ്റിന് ശരിയായ ദിശ നൽകുന്നത് ഇതാണ്. എന്നുവെച്ചാൽ നല്ല പുസ്തകങ്ങൾ വായിക്കുക, വലിയ ആൾക്കാരുടെ ആശയങ്ങൾ പഠിക്കുക, അങ്ങനെ നല്ല ചിന്തകൾ കൊണ്ട് മനസ്സിനെ നിറയ്ക്കുക. ചുരുക്കി പറഞ്ഞാല് സ്വാധ്യായ എന്നത് നമ്മുടെ ആത്മാവിനുള്ള ഭക്ഷണം പോലെയാണ്. മൂന്നാമത്തേതാണ് സംയം. ആത്മനിയന്ത്രണം എന്ന് പറയാം. നമ്മുടെ എനർജി, നമ്മുടെ ഊർജം പല വഴികളിലൂടെയും വെറുതെ ചോർന്നു പോകാതെ സംരക്ഷിക്കുക. അനാവശ്യമായ ചിന്തകൾ, വെറുതെയുള്ള സംസാരം, ആവശ്യമില്ലാത്ത പ്രവൃത്തികൾ, ഇതൊക്കെ ഒഴിവാക്കി നമ്മുടെ ശക്തിയെ ഉള്ളിൽ തന്നെ സംഭരിച്ചു വെക്കാൻ ഈ സംയം നമ്മളെ സഹായിക്കും. ഈ ആശയങ്ങളൊക്കെ എവിടെ നിന്നാണെന്നറിയുമോ? പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യ 1960-ൽ നൽകിയൊരു സന്ദേശത്തിൽ നിന്നുള്ളതാണ്. കാലം എത്ര കഴിഞ്ഞാലും പ്രസക്തി നഷ്ടപ്പെടാത്ത ആ വാക്കുകളിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അദ്ദേഹം പറയുന്നത് ഇതാണ്: നിങ്ങൾക്ക് നിങ്ങളുടെയും ഈ ലോകത്തിന്റെയും നല്ലത് വേണമെന്നുണ്ടെങ്കിൽ സാധന, സ്വാധ്യായ, സംയം എന്നിവ ജീവിതത്തിന്റെ ഭാഗമാക്കുക. നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക, അതാണ് സംയം. എന്നും നല്ല ചിന്തകളെക്കുറിച്ച് പഠിക്കുക, അതാണ് സ്വാധ്യായ. പിന്നെ ഈശ്വര സാന്നിധ്യത്തിലിരുന്ന് ആത്മാവിനെ ശുദ്ധീകരിക്കുക, അതാണ് സാധന. ഈ 3 മാത്രം മതി ഈ ലോകത്തിലെ ദുഃഖങ്ങളൊക്കെ കടന്ന് നല്ലൊരു ഭാവിയിലേക്ക് വഴി തുറക്കാൻ. വളരെ ലളിതവും ശക്തവുമായ വാക്കുകൾ, അല്ലേ? ഓക്കെ, അപ്പോൾ ഈ 3 തത്വങ്ങളും, സാധന, സ്വാധ്യായ, സംയം, ഇവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒരുമിച്ച് കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കും? അത് നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണ് മാറ്റിമറിക്കുക? യഥാർത്ഥത്തിൽ അച്ചടക്കമെന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മളെ സന്തോഷത്തിലേക്ക് നയിക്കുന്നത് എന്ന് നോക്കാം. അതായത്, അച്ചടക്കമില്ലാത്തൊരു ജീവിതം ഒന്ന് ആലോചിച്ചു നോക്കൂ. അതൊരു അണക്കെട്ടില്ലാത്ത പുഴ പോലെയാണ്. വെള്ളം എല്ലാ ഭാഗത്തേക്കും ചിതറി ഒഴുകിപ്പോകും. ഒട്ടും ശക്തിയുണ്ടാവില്ല. അതുപോലെ നമ്മുടെ ഊർജം പാഴായിപ്പോകും. സന്തോഷം പതിയെ നമ്മളിൽ നിന്ന് മാഞ്ഞുപോകും. പക്ഷേ അച്ചടക്കമുള്ളൊരു ജീവിതത്തിലോ, അവിടെ ഊർജം ഒരു ലക്ഷ്യത്തിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. അത് വളരെ സ്റ്റേബിളാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? സന്തോഷം എന്നത് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കേണ്ട ഒന്നല്ലാതായി മാറും. അത് നമ്മുടെ ഒരു സ്ഥിരം സ്വഭാവമായി, ഒരു ഡീഫോൾട്ട് സിസ്റ്റമായി മാറും. അപ്പോൾ ഈ മാറ്റത്തിലേക്കുള്ള വഴി എന്താണ്? നമുക്ക് ഒന്നുകൂടി ഉറപ്പിക്കാം. 1. സാധന, നമ്മുടെ ഉള്ളിനെ ശുദ്ധീകരിക്കുന്നു. 2. സ്വാധ്യായ, ബുദ്ധിയെ നല്ല ചിന്തകൾ കൊണ്ട് പോഷിപ്പിക്കുന്നു. 3. സംയം, നമ്മുടെ ഊർജം പാഴാക്കുന്നത് നിർത്തുന്നു. ഇതിന്റെ എല്ലാം ഫലമോ
സന്തോഷമെന്നത് ഒരു പ്രയാസമുള്ള കാര്യമല്ലാതായി മാറുന്നു. അത് വളരെ അനായാസമായി തീരുന്നു. അതുകൊണ്ട് ഇനി എന്തു ചെയ്യണം? ഈ തത്വങ്ങളെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു പുതിയ ഡീഫോൾട്ട് സിസ്റ്റമാക്കി മാറ്റാൻ ശ്രമിക്കൂ. കാരണം അച്ചടക്കത്തോടെ ഒരു ലക്ഷ്യബോധത്തോടെ ജീവിക്കുന്നതാണ് നമ്മുടെ ആത്മാവിന്റെ യഥാർത്ഥ സ്വഭാവം. അപ്പോ ഉണരൂ, ആ സാധനയുടെ പാതയിലൂടെ നമുക്ക് നടന്നു തുടങ്ങാം.